എല്ലാവർക്കും ഒരിക്കൽ കൂടെ അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണ്. പൂച്ചയെ കിടക്കയിൽ കിടത്താറുണ്ടോ? കയ്യിലെടുത്ത് ഓമനിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ തലച്ചോറിൽ ഈ അണുബാധ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നവർ കേൾക്കുക. എലിയെ പിടിക്കുന്ന ചരിത്ര ദൗത്യത്തിൽ നിന്നും വീടിന്റെ അലങ്കാരവും സ്റ്റാറ്റസും സിമ്പലുമായി പൂച്ചകൾ മാറിയിരിക്കുന്നു. പല വിദേശ രാജ്യങ്ങളിലും എണ്ണത്തിലും ജനപ്രീതിയിലും ഓമന മൃഗം എന്ന നിലയിൽ ഇവർ നായകളെ കടത്തിവെട്ടിയിരിക്കുന്നു. വീട്ടിലെ ഒരു അംഗത്തെ പോലെ വീടിനുള്ളിൽ വളർത്തപ്പെടുന്ന അരുമയായതിനാൽ ഇവരുടെ പരിപാലനത്തെ കുറിച്ച് അറിവ് പൂച്ച പ്രേമികൾക്ക് ഏറെ പ്രധാനമാണ്. ഊഷ്മളമായ സൗഹൃദവും ഊർജ്ജസ്വലമായ ജീവിത രീതിയുമാണ് പൂച്ചകളുടെ മുഖമുദ്ര. പരിമിതമായ സ്ഥല സൗകര്യങ്ങളിലും കുറഞ്ഞ ചിലവിലും വളർത്താമെന്നത് ഓമന മൃഗം എന്ന നിലയിൽ ഇവർക്ക് ആകർഷണം നൽകുന്നു. ഉടമയുടെ സമയം ഏറെ അപഹരിക്കാതെ, ഏറെ ആശ്രയിക്കാതെ ശാന്തമായി ഒറ്റയാനായി ഉറക്കവും അല്പം കറക്കവുമായി സ്വയം പര്യാപ്തത നേടുവാൻ പൂച്ചയ്ക്ക് കഴിയുന്നു. നിത്യേനയുള്ള നടത്തമോ എക്സസൈസോ നിർബന്ധമില്ല. ആയതിനാൽ ഫ്ളാറ്റിൽ കഴിയുന്നവർ, വീട്ടിൽ തന്നെ ജീവിതം തളച്ചിട്ട വൃദ്ധർ, തിരക്കേറിയ ജീവിതം നയിക്കുന്നത് മൂലം അരുമ മൃഗത്തിനായി ഏറെ സമയം ചിലവഴിക്കാനാകാത്ത എന്നിവർക്കൊക്കെ പൂച്ചകൾ കൂട്ടുകാരായി ചേരും. യജമാന സ്നേഹത്തേക്കാൾ താമസിക്കുന്ന വീടിനോടും പരിസരത്തോടുമുള്ള ബന്ധമാണ് പൂച്ചയുടെ പ്രത്യേകത. ഇരിയും മെരുങ്ങാത്ത വന്യഭാവവുമായി ജീവിക്കുന്ന ഇവർക്ക് ഇവയെ മനസ്സിലാക്കാനുള്ള പരിചരണമാണ് വേണ്ടുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങൾ പൂച്ച പ്രേമികൾക്ക് സന്തോഷകരമായിരിക്കാം, എന്നാൽ ഇതുകൂടെ അറിഞ്ഞിരിക്കണം. ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. പൂച്ചയെ ഓമനിച്ചു വളർത്തുന്ന നിരവധി ആളുകളുണ്ട്. പൂച്ചയെ കൊഞ്ചിക്കും, വീട്ടിൽ കയറ്റും, ചിലപ്പോൾ കിടക്കയിൽ പോലും കിടത്തി താലോലിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഒരു വീട്ടിൽ പൂച്ചയുണ്ടെങ്കിൽ അതിനെ എടുത്ത് താലോലിക്കുന്നത് ആ വീട്ടിലെ കുട്ടികൾ തന്നെയായിരിക്കും. കുട്ടികൾക്ക് പൂച്ചയെ കളിപ്പിക്കാനും ഇവയെ ഒരുക്കി നടത്താനും ഒക്കെ പ്രിയമായിരിക്കും. എന്നാൽ ഇതേ പൂച്ച മൂലം നിങ്ങളുടെ തലച്ചോറിനും ആരോഗ്യത്തിനും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പൂച്ചയും പാരാസൈറ്റും. പൂച്ചയുടെ ശരീരത്തിൽ ടോക്സോപ്ലാസ്മ ഗോണ്ടി എന്ന പാരസൈറ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ പാരസൈറ്റ് ശരീരത്തിലുള്ള പൂച്ചയെ നിങ്ങൾ പരിപാലിക്കുകയും കയ്യിലെടുക്കുകയും ചുംബിക്കുകയും ചെയ്യുന്നത് വഴി ഈ പാരസൈറ്റ് മനുഷ്യ ശരീരത്തിലും എത്തുന്നു. മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇവ കാരണമാകുന്നതാണ്. പൂച്ചകളിൽ പാരസൈറ്റ് വരുന്നതിന് പിന്നിൽ വീട്ടിൽ വളർത്തുന്ന പൂച്ചകൾക്ക് എല്ലായ്പ്പോഴും പാകം ചെയ്ത ആഹാരം നൽകേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് മാംസം നൽകുമ്പോൾ പാകം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പച്ച മാംസം കഴിക്കുന്നത് വഴി പൂച്ചകളിൽ ടോക്സോപ്ലാസ്മ എന്ന പാരസൈറ്റ് ശരീരത്തിൽ എത്താൻ വളരെ സാധ്യത കൂടുതലാണ്. ഇത്തരത്തിൽ പൂച്ചയിൽ എത്തുന്ന പാരസൈറ്റ് മനുഷ്യരിലേക്ക് പ്രവേശിക്കുന്നു. മനുഷ്യരിൽ പാരസൈറ്റ് വന്നാൽ, പൂച്ചയിൽ നിന്നും മനുഷ്യരിലേക്ക് ഈ പാരസൈറ്റ് എത്തിയാൽ ഇത് തലച്ചോറിന്റെ ആരോഗ്യത്തെ പല വിധത്തിൽ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അതുപോലെ കാഴ്ചമങ്ങൽ, കരളിനെ ബാധിക്കുക, തൊണ്ടവേദന, ക്ഷീണം, പനി, പേശിവീക്കം എന്നിങ്ങനെ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ആരെയെല്ലാം ബാധിക്കാം? രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ ഈ പാരസൈറ്റ് ബാധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഗർഭിണികൾ, വൈറ്റമിൻ ഡി കുറവുള്ളവർ, HIV, ക്യാൻസർ എന്നീ രോഗങ്ങൾ ഉള്ളവർക്കെല്ലാം ഈ പാരസൈറ്റ് ബാധിക്കാനുള്ള സാധ്യത കൂടുന്നു. വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്: ഇടയ്ക്ക് വിരശല്യത്തിനുള്ള മരുന്ന് കഴിക്കുന്നത് ഈ പാരസൈറ്റ് ശരീരത്തിൽ നിന്നും ഇല്ലാതാകുന്നതിന് സഹായിക്കുന്നു. അതുപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. വൈറ്റമിൻ ഡി ശരീരത്തിൽ കൃത്യമായി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ പൂച്ചയ്ക്കും ഇടയ്ക്കിടയ്ക്ക് വിരയ്ക്കുള്ള മരുന്നുകൾ നൽകാവുന്നതാണ്. പൂച്ചയ്ക്ക് പച്ചമാംസം നൽകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പൂച്ചയ്ക്ക് ആഹാരം നൽകുന്ന പാത്രം വൃത്തിയാക്കുക. പൂച്ച നടക്കുന്ന സ്ഥലത്ത് പച്ചക്കറികൾ ഉണ്ടെങ്കിൽ അത് കഴുകാതെ കഴിച്ചാൽ അതിലൂടെ ഈ പാരസൈറ്റ് ശരീരത്തിൽ എത്തുന്നതാണ്. പൂച്ചയുടെ വിസർജ്യം തട്ടിയ പച്ചക്കറികൾ കഴുകാതെ കഴിക്കുന്നതും ആരോഗ്യത്തിന് ഹാനികരമാണ്. അതുപോലെ വേവിക്കാത്ത പച്ചക്കറികൾ, മാംസം എന്നിവ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. തിളപ്പിക്കാത്ത വെള്ളം കുടിക്കാതിരിക്കുക. പറമ്പിൽ പണിക്കിറങ്ങുമ്പോൾ അല്ലെങ്കിൽ പൂന്തോട്ടം വൃത്തിയാക്കുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പൂച്ചയെ സ്പർശിച്ച ശേഷം കൈകൾ നല്ലതുപോലെ സോപ്പിട്ട് കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പരമാവധി പൂച്ചകളെ വീട്ടിൽ പാർപ്പിക്കാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അമിതമായി പെരുമാറുന്ന സ്ഥലത്ത് പൂച്ചയെ പ്രവേശിപ്പിക്കാതിരിക്കുക. തെരുവുകളിലെ പൂച്ചകളെ വളർത്താൻ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ചധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കുഞ്ഞു വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.